Assalamu alaikum, my dear students. Let's start our class with dua for knowledge. Rabbi yassir, wala tuassir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. Today we are going to start a new chapter, that is chapter 4, new numbers. What do you mean by new numbers? We already studied natural numbers, what else, whole numbers, then integers, all the things we already studied in 7th standard itself. Today we are going to study new numbers. New numbers എന്ന് വെച്ചാൽ ഇതിലൊന്നും പെടാത്ത വേറെ കുറച്ച് നമ്പേഴ്സ്, അതാണ് നമ്മൾ ന്യൂ നമ്പേഴ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. സോ I will show one example to study about the new numbers. That is, you have one picture in your textbook in page number 43. പേജ് നമ്പർ 43-ൽ നിങ്ങൾക്കൊരു പിക്ചർ ഉണ്ട്. ഈ പിക്ചർ വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ന്യൂ നമ്പർ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, they given you one square, having 1 centimeter, 1 meter or 1 centimeter side. Each side is 1 meter, and you have to draw one diagonal. ഒരു ഡയഗണൽ വരച്ചിട്ടുണ്ട്. ആ ഡയഗണലിനെ ഒരു സൈഡ് ആക്കിക്കൊണ്ട് എന്ത് വേണം, ഒരു സ്ക്വയർ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. ഓക്കെ, ഒരു സ്ക്വയർ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. ദെൻ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട എന്താണ്, ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്ര വരും എന്ന് ഫൈൻഡ് ചെയ്യണം. അതല്ലെങ്കിൽ ഈ സ്ക്വയറിൻ്റെ, ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ എത്രയെന്ന് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ മെഷർ ഓഫ് ദിസ് ഡയഗണൽ. ഈ ഡയഗണലിൻ്റെ മെഷർ എത്രയാണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ചെറിയ ട്രയാങ്കിളിനെ കൺസിഡർ ദിസ് സ്മോൾ ട്രയാങ്കിൾ, ദാറ്റ് ഈസ് ദിസ് വൺ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ two sides of this triangle is 1 meter each, and we have to find this side of the triangle. Look at this triangle, it is a right angled triangle. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ബേസും ഓൾട്ടിറ്റ്യൂഡും തന്നിരുന്ന വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും, നമുക്കൊരു തിയറം ഉണ്ട് യൂസിങ് Pythagoras theorem. Pythagoras theorem, we already studied Pythagoras theorem. It is that hypotenuse square is equal to base square plus altitude square. That is hypotenuse. Hypotenuse square is equal to base square plus altitude square. ബേസ് സ്ക്വയർ പ്ലസ്, അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ്, ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് ഈ ലാർജർ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെയും അതായത് ബേസിൻ്റെയും ഹൈറ്റിൻ്റെയും ഹൈറ്റ്, ഓർ വി ക്യാൻ സേ ദാറ്റ് ഓൾട്ടിറ്റ്യൂഡും ഹൈറ്റും സെയിം തന്നെയാണ്. ഹൈറ്റ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ബേസിൻ്റെയും ഓൾട്ടിറ്റ്യൂഡിൻ്റെയും സ്ക്വയറിൻ്റെ സമ്മിന് ഈക്വൽ ആണ് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. സോ നമുക്കിത് കണ്ടുപിടിക്കണം. That is h square is equal to b square plus altitude square. Here the base and altitude are 1 meter each, so 1 plus 1. H square is equal to 1 square plus 1 square. Okay, so h square, hypotenuse square is equal to 1 square. We know that 1 into square എന്താണ് 1 തന്നെയാണ്, plus 1 into square 1. h square is equal to 1 plus 1, so h square is equal to 2 കിട്ടി. Then h സ്ക്വയർ ആണ് 2.
എച്ച് അവിടുത്തെ ലെങ്ത് അല്ല, അതിൻ്റെ എച്ചിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആണ് 2. അപ്പോൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ തന്നിരുന്നാൽ അതിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ നമ്പർ. ഇവിടെ എച്ച് സ്ക്വയർ 2 ആകുമ്പോഴത്തേക്കും നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് ഓഫ് 2. സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നതാണ്, അതായത് റൂട്ട് 2. അപ്പം നമുക്ക് എച്ചിൻ്റെ വാല്യൂ എന്ത് കിട്ടി? റൂട്ട് 2. സോ ഇത് നമുക്ക് റൂട്ട് 2 കിട്ടി. This one is a root 2. So we find the value of this diagonal. ആ diagonal എന്ന് പറയുന്നത് എന്താണ്? ആ diagonal എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ വൺ സൈഡ് ആണ് അല്ലേ? ഈ ഇവിടുന്ന് നമ്മൾ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിരിക്കുന്ന ആ സ്ക്വയറിൻ്റെ വൺ സൈഡ് ആണ് ഈ റൂട്ട് 2 എന്ന് പറയുന്നത്. വി നോ ദാറ്റ് ഓൾ ദ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ. ഒരു സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. സോ ഈ ഒരു സൈഡ് റൂട്ട് 2 ആണെങ്കിൽ ദിസ് വിൽ ഓൾസോ റൂട്ട് 2, this also root 2, this also root 2. ഓക്കെ, സോ റൂട്ട് 2 എന്ന് പറയുന്ന നമ്പർ നാച്ചുറൽ നമ്പേഴ്സിലില്ല, ഹോൾ നമ്പേഴ്സിലില്ല, ഇൻറ്റിജേഴ്സിലില്ല. അപ്പോൾ അതൊരു ന്യൂ നമ്പറാണ്. സോ വി ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ നമ്പർ ഹിയർ, ദാറ്റ് ഈസ് റൂട്ട് 2. ഇതുപോലുള്ള നമ്പേഴ്സിനെ വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന മെത്തേഡ്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ റൂട്ട് 2 പോലെ തന്നെ നമുക്ക് റൂട്ട് 3, റൂട്ട് 5 അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, so we got the value of one side of the square, all the sides of the square here, and then we are going to find the area of that particular square. ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ we know that area of a square is equal to എന്താണ്? സൈഡ് ഇൻറ്റു സ്ക്വയർ ആണ്, that is side into side. Here one side of this square is root 2. ഇവിടെ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ആണ്, ദാറ്റ് ഈസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം റൂട്ട് 2 വരുന്നത്, റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 പ്രാവശ്യം റൂട്ട് വരുമ്പോൾ അതിൻ്റെ റൂട്ട് മാറി നമ്പറാവും 2 ആണ്. ഓക്കെ, സോ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ മീൻസ് it is 2. So area of this square is എന്താണ്? 2. And we already want to know the value of root 2. റൂട്ട് 2ന് കറക്റ്റ് പെർഫെക്റ്റ് എന്താണ് സ്ക്വയർ ഇല്ല. ഇപ്പം റൂട്ട് 4 ആയിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് 4ൻ്റെ 2 ആണ്. റൂട്ട് 9 വന്നാൽ എന്ത് വരും? റൂട്ട് 9 മീൻസ് 3, റൂട്ട് 16 മീൻസ് 4. അതിന് സ്ക്വയർ റൂട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 1 സ്ക്വയർ ഈസ് 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, like that. Okay, then root 2 did not have a perfect value. So we are writing root 2 is approximately ഏകദേശം is equal to 1.41. root 2ൻ്റെ വാല്യൂ you must by heart the value of root 2. root 2 is approximately എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഇത്. this is not equal to, this is approximately equal to. root 2 is approximately equal to 1.41. അപ്പോൾ ഏതെങ്കിലും പ്രോബ്ലത്തിൽ റൂട്ട് 2 വന്നാൽ നമ്മൾ അതിന് റൂട്ട് 2ൻ്റെ വാല്യൂ ഇട്ട് അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ 1.41 യൂസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് 3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.73. റൂട്ട് 3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.73. അപ്രോക്സിമേറ്റ്ലി ഏകദേശം റൂട്ട് 3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.73ക്ക് ഏകദേശം ഈക്വൽ ആയിരിക്കും. സോ റൂട്ട് 3 ഒരു പ്രോബ്ലത്തിൽ വന്നാൽ നമ്മൾ 1.73 ഇട്ട് ചെയ്യണം. ഓക്കെ, സോ റൂട്ട് 2ൻ്റെയും റൂട്ട് 3യുടെയും വാല്യൂ മസ്റ്റായിട്ടും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. Then we are moving to do the exercises, activities of page number 41. First question. Activities. Page number 49. First question.
In the picture, the square on the hypotenuse of the topmost right triangle is drawn. Calculate the area and the length of the side of the square. First, we have to draw that figure here. In the picture, the square on the hypotenuse of the topmost right triangle is drawn. Calculate the area and length of a side of the square. That is, here three right angled triangles are here, and they were saying that the square on the hypotenuse of the topmost right triangle, അതായത് ഇതിലെ ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരച്ചിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് വൺ സൈഡ് ആക്കിക്കൊണ്ട് അവരൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഏരിയ ആൻഡ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സ്ക്വയർ, അതായത് ആ സ്ക്വയറിൻ്റെ ഏരിയയും ഫൈൻഡ് ചെയ്യണം, അതിൻ്റെ ലെങ്ത് ഓഫ് ദ വൺ സൈഡും ഫൈൻഡ് ചെയ്യണം. സോ all the triangles, their base and altitude are 1 meter each. Okay. First triangles base and altitude is 1 meter each, and 1 meter, and all the triangles have a base of 1 meter. അപ്പോൾ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യണം? ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അത് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ ട്രയാങ്കിളിൻ്റെയും ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്ന ഈ ഒരു സൈഡ് ഫൈൻഡ് ചെയ്ത് പോകണം. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, അതിൻ്റെ ബേസും അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡും ഓൾറെഡി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്ത് ഈ ഒരു സൈഡിലോട്ട് എത്തണം. സോ വി ക്യാൻ ഗിവ് ദ നെയിം ഫോർ ഓൾ ട്രയാങ്കിൾസ്. OAB. First triangle is OAB, then OB, CD, one more triangle is here. Okay. First you have to give the names for each triangle and for the square also. Then OA, from the first triangle, look at the first triangle OAB. OA is equal to 1 meter and AB is also 1 meter. So OA and AB are the base and altitude of that first triangle. Then we have to find the third side of that right angle triangle. That third side is hypotenuse. Using Pythagoras theorem, we can write OB.
we have to find this OB. ഈ ഒരു ഹൈപ്പോട്ടന്യൂസിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ OB ആണ്. OB is equal to OA square plus AB square. OB square is equal to OA square plus AB square. That is OB square is equal to OA എന്താണ്? It is 1 square plus AB 1 square. That is OB square is equal to 1 plus 1, that is equal to 2. Okay, OB square is equal to 2. Then OB is equal to root 2. OBയുടെ സ്ക്വയർ 2 ആണെങ്കിൽ OB എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 2 വരും. ഓക്കെ, റൂട്ട് 2. So we got the value of OB. OB എന്ന് പറഞ്ഞാൽ റൂട്ട് 2 കിട്ടി. Listen here, OB is the altitude of the second triangle. OB എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് 2 വാല്യൂ കിട്ടി. അതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ്. സോ now we know the altitude and base of the second triangle. Then we have to find OC, the hypotenuse of the second right angled triangle, OC. OC എങ്ങനെ കണ്ടുപിടിക്കും? Same, using Pythagoras theorem we can find OC is equal to OC square is equal to OB square plus BC square, that is equal to root 2 the whole square plus 1 square. So OC square is equal to root 2 the whole square means it is 2. 2 plus 1. 1 square is 1. 2 plus 1. And 2 plus 1, we know that 2 plus 1 is 3. So OC square is equal to 3. Then OC is equal to root 3. Okay. Now we got the value of OC. OC is root 3. So OC is root 3. OC root 3 gitti. Then look at here. OC is the altitude of the third triangle. OC എന്ന് പറയുന്ന third triangle-ടെ altitude ആണ്. Now we have the altitude and base of the third triangle, that is OC and DC. Then we can find OD. OD എന്ന് പറയുന്നത് തേർഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ആ സൈഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. OD square is equal to OC square plus DC square. OD square is equal to OC square plus DC square. OC square എന്താണ്? OC is root 3. Root 3 the whole square plus 1 square. Okay, then OD square is equal to root 3 the whole square means it is 3. 3 plus 1. Okay, OD square is equal to 3 plus 1, that is 4. OD square is equal to 4. Then OD is equal to root 4. Understand? OD അപ്പോൾ കിട്ടി root 4. അപ്പം നെക്സ്റ്റ് സൈഡിൻ്റെ നെക്സ്റ്റ് ഇതും കിട്ടി, നമുക്ക് root 4 കിട്ടി. ഓക്കെ, then now we got the altitude of the last triangle, that is fourth triangle. Now we have the altitude and base of the fourth triangle. So we have to find OE. OE is equal to OE square is equal to OD square plus ED square. OE square is equal to OD square plus ED square. We know that OD is root 4. Root 4 square means root 4 the whole square plus 1 square. So OE square is root 4 the whole square means it is 4. 4 plus 1. OE square is equal to 5. OE is, what is OE? Root 5. So we got this side as root 5. And look at that. It is the one side of this square. We know that all the sides of a square is equal. And ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്? root 5. So our first question is we have to find the length of the one side of the square. So length of the one side of the square is what? Length of one side of square is equal to root 5.
അപ്പം ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 5 കിട്ടി. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഓൾസോ. ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ഏരിയ ഓഫ് സ്ക്വയർ? ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. ദാറ്റ് ഈസ് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5. റൂട്ട് 5 രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? റൂട്ട് മാറ്റി. ദാറ്റ് ആൻസർ ദാറ്റ് ഈസ് 5 meter square. The unit for area is meter square. Okay, 5 meter square is the area of that particular square. This is the method how to find the area of the square, area of the square on the hypotenuse of the topmost triangle in this picture. So what we studied in the today in this class, so we studied the new about new numbers. രണ്ട് new numbers നമ്മൾ ഇന്ന് പഠിച്ച ഏതൊക്കെയായിരുന്നു? Sorry, 3 new numbers we studied today: root 3, root 2 and root 5. And what is the value of root 2? Root 2 is approximately equal to 1.41. And what is the value of root 3? Root 3 is approximately equal to 1.73. And we done one activity based on that number. So we are going to wind up today's class. Today's class is over. Assalamu alaikum.